ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് 2 സ്റ്റെപ്പായിട്ടും ചെയ്യാം. ഒരുമിച്ച് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരാളിനെ പാസ് ചെയ്യുന്നു. ഇവിടെ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതോ വഴിയരികിൽ നിൽക്കുന്നതോ ഒരാളാകട്ടെ, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആകട്ടെ, ഒരു ഫ്ലാഗ് പോസ്റ്റ് ആവട്ടെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം. ഹായ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചായിരുന്നു? നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ റിലേറ്റീവ് സ്പീഡ് പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് പഠിക്കാൻ വേണ്ടി വേണം? ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എങ്ങോട്ട് വരാനായിട്ട്, നമ്മൾ ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കാനായിട്ട് വരാൻ. അപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് പുതുതായിട്ട് നമുക്ക് അറിയേണ്ടത്. ആ 2 കാര്യങ്ങൾ എന്താണ് എന്ന് പറയാൻ പോവാണ്. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഞാൻ പറയാണ്, ഒരാൾ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. വഴിയരികിലെന്നോ പ്ലാറ്റ്ഫോമിലെന്നോ എവിടെയെങ്കിലും ഒരാൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആളിനെ ഒരു ട്രെയിൻ എന്ത് ചെയ്യണം? പാസ് ചെയ്ത് പോകണം. ഒരാളിനെ ഒരു ട്രെയിൻ എന്ത് ചെയ്യണം? പാസ് ചെയ്ത് പോകണം. അതിന് ഈ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നോക്കിയേ, ഇത് നമ്മളെ പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ദാ ഇതുപോലെ ഒരാൾ, ഈ നിൽക്കുന്നത് ആളാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ആൾ നിൽക്കുന്നു. ഈ നിൽക്കുന്നത് ഇതാളാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ ട്രെയിൻ ഈ ആളിനെ പാസ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രെയിൻ വരുന്നു, ഇവിടെ എത്തി. ഇവിടെ എത്തിയതിനു ശേഷം ഈ ട്രെയിൻ ഇങ്ങനെ ഓടി 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 എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ എന്താ സംഭവം? എന്താ നമ്മൾ കുറച്ചുകൂടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇതാണ് എന്തെന്ന് വിചാരിച്ചോളൂ, ആള്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ പ്ലാറ്റ്ഫോം, എൻ്റെ കൈയാണ് പ്ലാറ്റ്ഫോം എന്ന് വിചാരിക്കുക. ഈ നിൽക്കുന്നതാണ് നമ്മുടെ ആള്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വരുന്നു. ട്രെയിൻ വന്നതിന് ശേഷം ഇയാളെ പാസ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഓടി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഓടി 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 ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അതായത് ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ട്രെയിൻ ഒരാളിനെ പാസ് ചെയ്തു പോകണം എന്ന് പറയുന്നു എങ്കിൽ, ഒരാളിനെ മാത്രം പാസ് ചെയ്തു പോകണം എന്ന് പറയുന്നു എങ്കിൽ, ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരാളിനെ പാസ് ചെയ്യുന്നു. ഇവിടെ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതോ വഴിയരികിൽ നിൽക്കുന്നതോ ഒരാളാകട്ടെ, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആകട്ടെ, ഒരു ഫ്ലാഗ് പോസ്റ്റ് ആവട്ടെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം. അപ്പോൾ ചിലപ്പോൾ ആളാവാം, ചിലപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ആവാം, എന്തായാലും ശരി തന്നെ. ആ ഒരു എണ്ണത്തിനെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അത്രയും ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ ഒരാളിനെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കണം? ട്രെയിനിൻ്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ പറയുകയാണ്, വഴിയരികിൽ നിൽക്കുന്ന ഒരാളിനെ 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ നീളമുള്ള ട്രെയിൻ പാസ് ചെയ്ത് പോയി. അപ്പോൾ എന്താണ്? 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരാളിനെ 20 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ, ട്രെയിനിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഒരാളിനെ പാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രെയിനിൻ്റെ ലെങ്ത് തന്നെയാണ് ഇവിടെ ഡിസ്റ്റൻസ്. ടൈം നമുക്ക് തന്നിരിക്കുന്നു 20 സെക്കൻഡ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം. കണ്ടില്ലേ, സ്പീഡിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വേണം. അപ്പോൾ എന്ത് കിട്ടും? 0 0 ക്യാൻസൽ, 10
മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയാം. കണ്ടോ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ കോൺസെപ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിച്ചോളൂ. നമ്മളെ പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിന് 200 മീറ്റർ ലെങ്ത് ഉണ്ട്. 200 മീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് ഒരു ട്രെയിൻ വരുന്നു. ഇതാണ് നമ്മളെ ട്രെയിൻ. ഓക്കെ, ട്രെയിൻ ക്ലിയർ? ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതെല്ലാം നമ്മളെ ട്രെയിനാണ്. ഓക്കെ, ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിൻ വന്ന് എന്ത് ചെയ്യണം? ഈ പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്ത് പോകണം. ഇപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് ഞാൻ പറയുന്നു ഒരു 150 മീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ 200 മീറ്റർ ലെങ്ത് ഉള്ള പ്ലാറ്റ്ഫോമിനെ 150 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകാൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ പറയുന്നു ഇതാണ് നമ്മളെ പ്ലാറ്റ്ഫോം, ഈ കാണുന്നതാണ് നമ്മളെ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിലെ ഈ ട്രെയിൻ പാസ് ചെയ്യാൻ പോവാണ്. ഇപ്പം എന്ത് ചെയ്യണം? ട്രെയിൻ വന്നു, പ്ലാറ്റ്ഫോമിൽ കയറുന്നു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി 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 ട്രെയിനിൻ്റെ ലെങ്ത് ട്രാവൽ ചെയ്തു. എന്നിട്ട് പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്തോ? ഇല്ല. വീണ്ടും ഈ ട്രെയിൻ ഓടി 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 ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? യെസ്, ട്രെയിനിൻ്റെ ലെങ്തും യെസ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു 150 മീറ്റർ പ്ലസ് 200 മീറ്റർ. അപ്പോൾ എന്ത് കിട്ടും? 350 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലെങ്തുള്ള സാധനത്തിനെയാണ് ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യണം. ഒരു കേസ് ഞാൻ പറയാം, ഒരു കാലത്തും ലെങ്ത് സബ്ട്രാക്ഷൻ ചെയ്യാനില്ല. ഓക്കെ, എല്ലാ സ്ഥലത്തും ലെങ്തുകൾ കൂട്ടാനേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ സംഭവം? നമുക്ക് ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരാളിനെയോ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ ഒരു ഫ്ലാഗ് പോസ്റ്റിനെയോ ഒക്കെ തരണം ചെയ്തു പോകാൻ, പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളത് ആ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ലെങ്ത് ഉള്ള ഒരു സാധനത്തിനെയാണ് പാസ് ചെയ്ത് പോകുന്നത്, ലെങ്ത് ഉള്ള ഒരു സാധനത്തിനെയാണ് ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ടിൻ്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യണം. ഓക്കെ ആണോ? സംഭവം ക്ലിയർ ആയില്ലേ? യെസ്. ഇനി നമ്മൾ ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുമോ? ഇത് എപ്പോഴും മനസ്സിലിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 150 meter long train crosses a man in 8 minutes. Find the speed of the train. 8 minutes എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ 8 minutes എന്ന് മനസ്സിലാക്കണ്ട, നമുക്ക് 8 seconds എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 150 meter long train crosses a man in 8 seconds. 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിനെ ട്രെയിൻ ഒരാളിനെ 8 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്തു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. എന്താണ് ട്രെയിനിൻ്റെ സ്പീഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഒരാളിനെ പാസ് ചെയ്തു പോകുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ 150 മീറ്റർ. ടൈം നമുക്ക് തന്നിരിക്കുന്നു, അവിടെ 8 സെക്കൻഡ് ആണ്. എന്താണ്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം 8 നമ്മൾ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 75/4 എന്ന് വരും. 75/4 എന്ന് വരും. വീണ്ടും വേണമെങ്കിൽ നമുക്ക് 75നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെസിമൽ വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ ഇട്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുക. ഇനി നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്കറിയാം, കിലോമീറ്റർ പെർ അവറിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്കറിയാം അല്ലേ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 75/4 ഇൻറ്റു ഓപ്ഷൻ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ?
നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഓപ്ഷൻസ് എല്ലാം എന്തിലാണ്? മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ഉത്തരം മീറ്റർ പെർ സെക്കൻഡിലും, ഓപ്ഷൻസ് എല്ലാം കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ നമ്മൾ ആൻസർ കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 18/5 കൊണ്ട് നമുക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം അല്ലേ. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമുക്കിതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 9 വന്നു അല്ലേ. ഇനി ഇതിനെയും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 5 ഉണ്ടാണ്, ഒരു 5 അപ്പോൾ എത്ര ഇടും? 15 എന്ന് വരും. 15 × 9/2 15 × 9/2 കിലോമീറ്റർ പെർ അവർ എന്ന് ആൻസർ പറയാം. കണ്ടോ? അപ്പോൾ അത് ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, അത് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കടന്നു പോകേണ്ടത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ എ 300 മീറ്റർ ലോങ് ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 കിലോമീറ്റർ പെർ അവർ ടു പാസ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ബൈ ദ ട്രാക്ക്? അപ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ഒരാളിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ആളിനെയാണ് എന്ത് ചെയ്തത്? ഒരു പേഴ്സണെയാണ് എന്ത് ചെയ്യേണ്ടത്? ട്രെയിൻ പാസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഒരാളിനെ പാസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു 300 ആണ്. ഇവിടെ 300 മീറ്റർ. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്, അത് 54 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ട? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. പ്രശ്നം ഉണ്ട്. എന്താണ്? യെസ്, ഇവൻ മീറ്ററിലും ഇവൻ കിലോമീറ്റർ പെർ അവറിലുമാണ് കിടക്കുന്നത്. ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് 2 സ്റ്റെപ്പായിട്ടും ചെയ്യാം. ഒരുമിച്ച് ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കാണുന്ന കിലോമീറ്റർ പെർ അവറിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ പെർ സെക്കൻഡ് ആക്കും. അപ്പോൾ 18 ക്യാൻസൽ ചെയ്ത് 3 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മളെ ഇക്വേഷനിലോട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് 300/15. ആൻസർ എന്ന് കിട്ടും 15 ആണ്. ചെയ്യുമ്പോൾ നമുക്ക് 220 സെക്കൻഡ് എന്ന് കിട്ടും. ഇത് 2 സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ്. എന്നാൽ ഇത് ഒരു സ്റ്റെപ്പിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് 300 ആണ്. 300 എഴുതി ബൈ 54. എന്താ പ്രശ്നം? മീറ്റർ കിലോമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന കിലോമീറ്റർ പെർ അവറിനെ 5/18 മുകളിൽ വരും. ഓക്കെ, 18 മുകളിൽ വരും. ഇനി എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഇത് ക്യാൻസൽ ചെയ്ത് 3 വന്നു. ഇത് ക്യാൻസൽ ചെയ്ത് 15 20 എത്ര കിട്ടും? 20 സെക്കൻഡ് എന്ന് ആൻസറിലേക്ക് പോവാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് മീറ്ററും കിലോമീറ്റർ പെർ അവർ. അപ്പം നമ്മൾ അതാണ് പറഞ്ഞത്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ പഠിച്ച സാധനങ്ങളെല്ലാം എവിടെ വേണ്ടി വരും? ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വേണ്ടി വരും. അതുകൊണ്ടാണത് ശ്രദ്ധാപൂർവം പഠിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ വരാവൂ എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ 450 long train running at 54 kilometer per hour to cross a man standing on a platform? സെയിം ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ ചെയ്ത മോഡലുള്ള സെയിം ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസിന് മാത്രം ചെറിയൊരു ചേഞ്ച് അല്ലേ. അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം. ഡിസ്റ്റൻസ് 450 മീറ്റർ വെച്ചു. നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ പെർ അവർ ആണ്.
നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് 450 ബൈ 54 ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവനെ കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 5/18 എന്ന് പറയുന്നത് മുകളിൽ പോയി 18 ആവും. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3. അപ്പോൾ 3ഉം 5ഉം 45 അല്ലെ 15 3. അപ്പോൾ എന്ത് കിട്ടും? 3. നമുക്കത് കിട്ടും 30 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. കണ്ടോ? ഇതുപോലെ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നമുക്ക് തീർക്കാം. ഇത് ബുദ്ധിമുട്ടാണ്, ഒരുമിച്ച് എഴുതി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അത് നിങ്ങളെ ഇഷ്ടം. മിക്കവാറും നിങ്ങൾ ഈ ഒരുമിച്ച് ചെയ്ത് പഠിക്കുന്നതാണ് ബെറ്റർ. മിക്കവാറും കൺവേർട്ട് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട് ചില മിക്കവാറുള്ള കേസിൽ. അതുകൊണ്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡിൽ 200 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സെക്കൻഡിൽ 200 അല്ല 20 സെക്കൻഡിൽ 20 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. How long does it take for a 100 meter long train traveling at a speed of 20 meter per second to pass a person standing by the track എന്നാണ്. അപ്പോൾ നോക്കിക്കേ, ഡിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് 100 മീറ്റർ. അതായത് ഒരാളിനെയാണ് പാസ് ചെയ്ത് പോകേണ്ടത്. ഒരാളിനെ പാസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെത്തേണ്ടത് എന്തുമായിരിക്കണം? യെസ്, ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് സ്പീഡ് തന്നിരിക്കുന്നു 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് മീറ്ററിൽ ഇത് മീറ്ററിൽ. അപ്പം വളരെ ഈസിയാണ്. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. 100/20 എത്രയെന്ന് കിട്ടും? 5 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്ത് പോകും. ഇത്രയേ ഉള്ളൂ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോയാൽ ട്രെയിനിൻ്റെ നീളം എന്താണ് എന്നാണ് ചോദ്യം. ഇഫ് എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 36 കിലോമീറ്റർ പെർ അവർ passes a person standing on the side of the road അല്ലെങ്കിൽ side of the track in 30 seconds, what is the length of the train? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. സ്പീഡ് ഞാൻ എഴുതും 36 കിലോമീറ്റർ പെർ അവർ. അത് ഞാൻ മാറ്റി വെച്ചു. എനിക്ക് ആളിനെ പാസ് ചെയ്ത് പോകുന്ന വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പാസ് ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം, ടൈം നമുക്ക് തന്നിരിക്കുന്നു. അത് 30 സെക്കൻഡ്. അപ്പോൾ ടൈം നമുക്ക് തന്നിരിക്കുന്നു 30 സെക്കൻഡ്. വഴിയരികിൽ നിൽക്കുന്ന ഒരാളിനെ പാസ് ചെയ്ത് പോകുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് കിലോമീറ്റർ പെർ അവറിൽ, ഇത് സെക്കൻഡിൽ. നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലും ഇത് സെക്കൻഡിലും. ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എത്രയാണ്? 36 ആണ്. പക്ഷേ അതിന് എന്ത് ചെയ്യണം? നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സെക്കൻഡിലോട്ട്, മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 5/18 ഇൻറ്റു സ്പീഡായി. സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 30 ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതാണ് എളുപ്പം. ഒരുമിച്ച് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ വെട്ടി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 2 × 5 10, 10 × 3 300 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയെന്ന് കിട്ടി? 300 മീറ്റർ എന്ന് കിട്ടി. ഇതാണ്, ഈ ഒരു മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിന് 20 സെക്കൻഡ് കൊണ്ട് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോയാൽ ട്രെയിനിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ സ്പീഡ് ഇവിടെ തന്നു. സ്പീഡ് നമുക്ക് തന്നിരിക്കുന്നു 90 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത്. ടൈം നമുക്ക് തന്നിരിക്കുന്നു 20 സെക്കൻഡ് എന്ന് നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് ട്രെയിനിൻ്റെ നീളമാണ്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഇൻറ്റു ടൈമാണ്. 90 ഇൻറ്റു സ്പീഡ് കിലോമീറ്റർ പെർ അവർ, ടൈം സെക്കൻഡ്. സോ കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 5/18 ഇൻറ്റു എത്രയാണ്? 20. ചെയ്ത് നോക്കാം. ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇതിനെ കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 എന്ന് വരും, ഇവിടെ 9 എന്ന് വരും. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 എന്ന് വരും. കണ്ടല്ലോ.
10 × 5 50, 50 × 10 500 അല്ലേ, 500 മീറ്ററാണ് ട്രെയിനിൻ്റെ ലെങ്ത്. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പോകുന്നത്. എന്നാൽ നോക്കിക്കേ, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരു പോസ്റ്റിനെയാണ് അല്ലെങ്കിൽ 2 പോസ്റ്റിനെയൊക്കെയാണ് നമ്മൾ പാസ് ചെയ്ത് വിട്ടിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇനി ഒരു ചെറിയ ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ അകലത്തിൽ നിൽക്കുന്ന 16 ഇലക്ട്രിക് പോസ്റ്റുകളെ തരണം ചെയ്തു പോകാൻ വെക്കുന്ന സമയം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ എ 250 മീറ്റർ ലോങ് train traveling at a speed of 90 km/h to pass 16 electric poles അല്ലെങ്കിൽ ഇലക്ട്രിക് പോൾസ് പ്ലേസ്ഡ് 10 meters apart എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ സംഭവം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇപ്പം അത് വിട്, ഈ ക്വസ്റ്റ്യൻ വിട്, നമുക്ക് ആ തൂണിൻ്റെ കേസ് ഒന്ന് പഠിക്കാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു തൂണ് ഇവിടെ വെച്ചു, 2 തൂണ് ഇവിടെ വെച്ചു, 3-മത്തത്, 4-മത്തത്, അങ്ങനെ 4 തൂണുകൾ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ 4 തൂണുകൾ പ്ലേസ് ചെയ്തു. ഒരു തൂണിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാണ് 10 മീറ്റർ. ഇപ്പം ഇതിൻ്റെ ഗ്യാപ്പ് 10 മീറ്റർ, ഇതിൻ്റെ ഗ്യാപ്പ് 10 മീറ്റർ. ഇപ്പോൾ 4 തൂണുകൾക്ക് മൊത്തമുള്ള ഡിസ്റ്റൻസ് നോക്കിയേ, 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ, മൊത്തം 30 മീറ്ററേ ഉള്ളൂ. അതായത് 4 തൂണുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 ഗ്യാപ്സേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ 5 തൂണ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്യാപ്പേ കാണുള്ളൂ? 4 ഗ്യാപ്പേ കാണുള്ളൂ. 5 തൂണുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്യാപ്പ്? 4 ഗ്യാപ്പ്. അപ്പോൾ 20 തൂണുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്യാപ്പേ ഉള്ളൂ? അവിടെ 19 ഗ്യാപ്പേ ഉള്ളൂ തന്നെ. അപ്പോൾ ഒരു ഗ്യാപ്പ് 10 മീറ്റർ ആണ് എന്ന് പറയുന്നു. അപ്പോൾ 19 ഗ്യാപ്പ് എത്രയായിരിക്കും? ആദ്യത്തെ തൂണും അവസാനത്തെ തൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? എത്ര ഗ്യാപ്പ് ഉണ്ടോ അതേ ഇൻറ്റു ഒരു ഗ്യാപ്പ്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ ചോദ്യം മാറ്റിയിട്ട് എൻ്റെ 5 തൂണാണെന്ന് വിചാരിക്കും. മൊത്തം 5 തൂണാണേ. മൊത്തം 5 തൂണിനെ എനിക്ക് പാസ് ചെയ്ത് വിടണം. ഓരോ തൂണിൻ്റെയും ഗ്യാപ്പ് 10 മീറ്റർ ആണ്. അപ്പോൾ എത്ര ഗ്യാപ്പ് ഉണ്ട്? 5 തൂണുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് 10. അപ്പോൾ എത്രയാണ്? 40 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ട്രെയിൻ ഈ 5 തൂണുകളെ പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇനി എത്ര ഡിസ്റ്റൻസും കൂടെ ട്രാവൽ ചെയ്യണം? യെസ്, ഈ 40 മീറ്ററും കൂടെ ട്രാവൽ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറഞ്ഞത് ഒരു ലെങ്ത് ഉള്ള സാധനത്തിനെ പാസ് ചെയ്യുന്ന അതേ കോൺസെപ്റ്റാണ്. അപ്പോൾ ഒരു ലെങ്ത് ഉള്ള സാധനത്തിനെ നമ്മൾ പാസ് ചെയ്യുന്ന അതേ കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ലെങ്ത് ഉള്ള സാധനത്തിനെ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്തും ആ ലെങ്ത് ഉള്ള സാധനത്തിൻ്റെ നീളവും എത്രയാണോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം എന്നുള്ള കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കോൺസെപ്റ്റ് തന്നെയായിരിക്കണം നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ ചെയ്യാം. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ. അപ്പോൾ സ്പീഡ് നമുക്ക് എഴുതാം. ആദ്യം 90 km/h. ഇനി ട്രെയിൻ 10 മീറ്റർ അകലത്തിൽ നിൽക്കുന്ന 16 ഇലക്ട്രിക് പോസ്റ്റ്. അപ്പം നമുക്കറിയാം ഇതുപോലെ 16 ഇലക്ട്രിക് പോസ്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് കാണും? 15 ഗ്യാപ്പേ കാണുള്ളൂ. അപ്പോൾ 15 ഗ്യാപ്പ് ഇൻറ്റു, അപ്പോൾ നോക്കാം 16 ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് എത്ര ഗ്യാപ്പ്? 15 ഗ്യാപ്പ്. ഒരു ഗ്യാപ്പ് എത്ര? 10 മീറ്റർ. അപ്പോൾ എത്ര കിട്ടും? 150 മീറ്റർ ആണ് കിട്ടുന്നത്. 150 മീറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. എന്ത് ചെയ്യണം? 150 മീറ്റർ അധികം ട്രാവൽ ചെയ്യണം. ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് 150 മീറ്റർ കൂടി ട്രാവൽ ചെയ്യണം. അപ്പോൾ 250 മീറ്റർ ട്രെയിനിൻ്റെ നീളം പ്ലസ് 150 മീറ്റർ, രണ്ടും ലെങ്ത് ഉള്ളത് തന്നെയാണ്. അങ്ങനെ നമുക്ക് 400 മീറ്റർ എന്ന് കിട്ടും. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് മൊത്തം 400 ബൈ 90. ഇത് മീറ്റർ, ഇത് കിലോമീറ്റർ പെർ അവർ. സോ കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 5/18 ചെയ്യാമല്ലോ.
ഇതിനെ ക്യാൻസൽ ചെയ്ത് 5 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് 5 5 25 എത്ര 100-നകത്ത് എത്ര എണ്ണം വരുമെന്നാണ് ചോദിക്കുന്നത്. 25 100-നകത്ത് 4 എണ്ണം, അപ്പോൾ 400-നകത്ത് 16 എണ്ണം. നമുക്ക് 16 സെക്കൻഡ് 16 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 5 മീറ്റർ അകലത്തിൽ നിൽക്കുന്ന 11 ഇലക്ട്രിക് പോസ്റ്റുകൾ. 5 മീറ്റർ അകലത്തിൽ നിൽക്കുന്ന 11 ഇലക്ട്രിക് പോസ്റ്റുകൾ. 11 ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് എത്ര ഗ്യാപ്പ്? 10 ഗ്യാപ്പ്. 10 × 5 50 മീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആദ്യം ഡിസ്റ്റൻസ് പറയാം. ഡിസ്റ്റൻസ് എത്ര? ട്രെയിനിൻ്റെ ലെങ്ത് 250, അതിൻ്റെ കൂടെ 11 പോസ്റ്റ് എത്ര? 50 മീറ്റർ അകലത്തിൽ അല്ലേ? അപ്പോൾ 50 എഴുതി. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് മൊത്തത്തിൽ 300 മീറ്റർ എന്ന് കിട്ടി. ഇനി ഇവിടെ ടൈം നോക്കാം. ടൈമാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ? സ്പീഡ് 60 km/h. നമുക്ക് ചെയ്ത് നോക്കാം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 60 × 5/18. കണ്ട? ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതും 6 5 30 300 ക്യാൻസലായി പോവും. ബാക്കിയുള്ളത് 18. നമുക്ക് എന്ത് കിട്ടും? 18 സെക്കൻഡ് എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ലെപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേക്കണേ? അതായത് ഒരു ട്രെയിൻ ഒരാളിനെയാണ് പാസ് ചെയ്ത് പോകുന്നത് എങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. ഇനി അടുത്ത പറഞ്ഞ എന്തുവാ? ഒരു ലെങ്തുള്ള സാധനത്തിനെയാണ് പാസ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ രണ്ടിൻ്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യണം, അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. ഇത് രണ്ടും എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സെറ്റാവും. അപ്പോൾ ആദ്യത്തെ പാർട്ട് വളരെ കുഞ്ഞു പാർട്സുകളായിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഈ ഫസ്റ്റ് പാർട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് വരാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു അടുത്ത പാർട്ടുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.